കുന്നത്തുനാട് മുൻ എംഎൽഎയും സിപിഎം നേതാവുമൊക്കെ ആയിട്ടുള്ള പി.വി. ശ്രീനിജന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടപ്പാക്കിയ ഒരു വിദ്യാഭ്യാസ പദ്ധതി സംബന്ധിച്ചാണ്. അതിലെ ക്രമക്കേടിൽ ഇപ്പോൾ വിജിലൻസിന്റെ ഒരു പ്രാഥമിക അന്വേഷണം ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പുതിയ സർക്കാർ വന്നതിന് തൊട്ടു പിന്നാലെ ഒരു പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനത്തിന്റെ CSR ഫണ്ട് വാങ്ങി നടപ്പാക്കിയ പദ്ധതിയിൽ 1,90,00,000 രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണം. സ്ലൈറ്റ് എന്ന പേരിൽ കുന്നത്തുനാട് മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നടപ്പാക്കിയ വിദ്യാഭ്യാസ പദ്ധതിയാണ് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ BPCLന്റെ CSR ഫണ്ട് ഉപയോഗിച്ചായിരുന്നു പദ്ധതി നടപ്പാക്കിയത്. സെന്റ് തെരേസാസ് വെൽഫെയർ സൊസൈറ്റി ആയിരുന്നു നടത്തിപ്പുകാർ. ആദ്യഘട്ടത്തിൽ 2023-24 അധ്യയന വർഷത്തിൽ തുടങ്ങിയ പദ്ധതിക്ക് 2 ഘട്ടങ്ങളിലായി 1,90,00,000 രൂപ BPCL നൽകിയെന്ന് പരാതിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് ജയ്സൽ ജബ്ബാർ പറയുന്നു. എന്നാൽ ഈ പണം ഉപയോഗിച്ച് ഒരു പ്രവർത്തനവും നടന്നില്ലെന്നും പദ്ധതിയുടെ മറവിൽ അന്ന് MLA ആയിരുന്ന ശ്രീനിജൻ സ്വന്തം നിലയ്ക്ക് പണപ്പിരിവ് നടത്തിയെന്നുമാണ് പരാതിക്കാരന്റെ ആരോപണം. ആദ്യഘട്ടം പോലും പരിപൂർണമായിട്ട് നടപ്പിലാക്കാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി വീണ്ടും 1 കോടി രൂപ അനുവദിച്ച സാഹചര്യത്തിലാണ് നമ്മൾ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പദ്ധതികൾ സ്കൂളുകളിൽ പേരിന് നടത്തുകയും അതിന്റെ പേരിൽ പൈസ വകമാറ്റുന്ന തരത്തിൽ വ്യാപകമായ ഒരു സാമ്പത്തിക ക്രമക്കേട് കുന്നത്തുനാട് MLAയുടെ നേതൃത്വത്തിൽ ഉണ്ട് എന്നുള്ള സംശയത്തിന്റെ പേരിൽ തന്നെയാണ് നമ്മൾ അന്ന് അന്വേഷണം കൊടുത്തത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ ജയ്സൽ വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിലാണ് സർക്കാർ മാറിയതിന് പിന്നാലെയുള്ള പ്രാഥമിക അന്വേഷണം.